പ്രൈസ് ലോർഡ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് എല്ലാം സംസാരിക്കേണ്ടതിനായും കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കേണ്ടതിനായും നമുക്ക് കർത്താവിലേക്ക് തന്നെ നോക്കാം. കാരണം നമ്മുടെ എല്ലാമായി കർത്താവ് മാത്രമാണ്. ആ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുക എന്നുള്ളതാണല്ലോ ദൈവം നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം കർത്താവ് നൽകി തന്ന ഒരു വചനം, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 20-ാം വാക്യം. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതും ഒരുപാട് പ്രാവശ്യം ഇത് കോട്ട് ചെയ്തിട്ട് ഉള്ളതുമായ ഒരു വചനമാണെന്ന് എനിക്കറിയാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 20-ാം വാക്യം. അവിടെ പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് നമ്മൾ സാധാരണ സുവിശേഷമൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ വളരെയധികം കോട്ട് ചെയ്യപ്പെടുന്ന ഒരു വചനമാണ്. നമ്മൾ അവരോട് നിങ്ങൾ ഹൃദയം തുറന്ന് യേശുവിന് കൊടുത്താൽ യേശു നിങ്ങളോട് ഒപ്പം വന്ന് വാസം ചെയ്യും എന്നുള്ളത് പറയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വചനമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വചനം ധ്യാനിച്ചപ്പോൾ, ഞങ്ങൾ കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 4-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ഞങ്ങൾ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നാസിക്, പൂനെ, ബോംബെ സ്ഥലങ്ങളിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഒന്ന് യാത്ര ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അവിടെയുള്ള വിശുദ്ധന്മാരുമായി ഞങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്ന സമയത്ത് കർത്താവ് വളരെ ശക്തമായി സംസാരിച്ച ഒരു വചനമാണ്. അവിടെ വെച്ചാണ് കർത്താവ് ഇത് കൂടുതലായി, പിന്നെ അതിനുശേഷവും ദൈവം സംസാരിക്കാൻ തുടങ്ങി. അത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മൾ അവിടെ ഒരു കാര്യം നോട്ട് ചെയ്തത്, കർത്താവ് പറയുകയാണ്, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ അത്താഴം കഴിക്കുക അല്ലെങ്കിൽ ഒരു സപ്പർ, കർത്താവിൻ്റെ കൂടെ നമ്മൾ ഒരു ആഹാരം കഴിക്കുക എന്നുള്ളൊരു കാര്യമാണ് കർത്താവ് ഇവിടെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിയാം. അതിൻ്റെ മുകളിലത്തെ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിലും ഒരു വാക്കിലൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ലവോദിക്യ സഭയോടുള്ള ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദൂതാണിത്. ലവോദിക്യ സഭയോട് കർത്താവ് പറയുകയാണ്, ഇന്ന് ടർക്കിയിലുള്ള 7 സഭകളിൽ ഒരു സഭയായ ലവോദിക്യ സഭയോട് കർത്താവ് പറയുക, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. അപ്പോൾ ഇത് ഒരു ഔട്ട്സൈഡർ, യേശുവിനെ സ്വീകരിക്കാത്ത, യേശുവിന് വേണ്ടി ഇന്നുവരെ ഹൃദയം തുറന്നു കൊടുക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ദൂതല്ല. യേശുവിന് വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുത്ത് അവൻ യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ സഭയുടെ ഭാഗമായി തീർന്ന ഒരു വ്യക്തിയോടാണ് ഈ ദൂത് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇത് സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ സഭയുടെ പുറത്തുള്ള ഒരു വ്യക്തിയോടല്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്തതാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഞാൻ ഈ ലവോദിക്യ സഭ ഇരിക്കുന്ന ആ സ്ഥലത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നത്, അവിടുത്തെ ഉറവ വെള്ളം വരുന്നത് ചൂടുവെള്ളം ആണ്. ആ ഉറവയായി വരുന്നത് അത് വളരെ ലൂക്ക് വാം വാട്ടറാണ്. ആ വെള്ളം കുടിക്കാൻ കൊള്ളാത്ത ഒരു വെള്ളമാണ്. നല്ല ചൂടുമില്ല, എന്നാൽ തണുത്തവുമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ളം ഉറവയായി വരുന്ന സ്ഥലം ആണ് ഈ ലവോദിക്ക എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ ഇന്നത്തെ തലമുറയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ലോകത്തിലുമല്ല കർത്താവിലുമല്ല. നമ്മൾ ചില സമയത്ത് കർത്താവിനെ സ്വീകരിക്കുന്നു, ചില സമയത്ത് നമ്മൾ ലോകത്തെ സ്വീകരിക്കുന്നു. നമ്മൾ ലോകവുമായും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, കർത്താവുമായും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു മിക്സ്ഡ് ജനറേഷനായി, ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു മിക്സ്ഡ് സമ്മിശ്രക്കാരായി തീരുന്നു, മിശ്രിതമുള്ളവരായി തീരുന്നു. നെഹമ്യാവിന്റെ കാലത്ത് നമുക്കറിയാം, എസ്രാ പുരോഹിതൻ വന്ന് വചനം പഠിപ്പിച്ചപ്പോൾ
അവിടെ ജനം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മറ്റ് ജാതികളുമായി മിശ്രിതരായി തീർന്ന് അവരിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് ഞങ്ങൾ അവരിൽ നിന്ന് ഉൽപ്പാദിതമായ കുഞ്ഞുങ്ങളെയും കൂടെ വിട്ടിട്ട് പൂർണ്ണമായും കർത്താവിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ജനം ഒരു റീകമ്മിറ്റ് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും എസ്രാ പുരോഹിതന്റെ ശുശ്രൂഷയിലൂടെ. അത് കഴിഞ്ഞ ഉടനെ നെഹമ്യാവ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു മതില് പണിതു. ഈ മതിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുറത്തുള്ളതിനെ പുറത്തും അകത്തുള്ളതിനെ അകത്തും അങ്ങനെ അതിനെ വേർതിരിക്കുന്ന ഒരു കാര്യമാണ് മതിൽ എന്ന് പറയുന്നത്. നമ്മളൊരു വോൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ, പുറത്തുള്ളതിനെ പുറത്തു നിർത്തുവാനും അകത്തുള്ളതിനെ അകത്ത് നിർത്തുവാനും മിശ്രിതരാകാതെ അല്ലെങ്കിൽ കൂടിക്കലർന്ന് കിടക്കാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മളൊരു മതിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും ലോകവുമായി കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഭാഗത്തെ മതിൽ ഇടിഞ്ഞു പോകുന്നു. ആ ഭാഗത്തെ മതിൽ ഇടിഞ്ഞു പോയിട്ട് ആ ഭാഗത്ത് ലോകവുമായി ഒരു കോംപ്രമൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ സമ്മിശ്രക്കാരായി തീരും. അത് നിമിത്തം വരുന്ന നമുക്ക് വരുന്ന പ്രോഫിറ്റുകളുണ്ട്, അല്ലെങ്കിൽ അത് നിമിത്തം ഉൽപ്പാദിതമാകുന്ന ചില സന്താനങ്ങൾ, ചില കുഞ്ഞുങ്ങൾ ഉൽപ്പാദിതമാകാറുണ്ട്. അപ്പോൾ അത് ദൈവത്തിന് പ്രയോജനമുള്ളതല്ല. ആ പ്രവൃത്തി നിമിത്തം ദൈവത്തിന് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നാം സമ്മിശ്രക്കാരായി തീരുന്നുണ്ടോ? നമ്മൾ ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ കൊണ്ടു നടക്കുവാൻ ശ്രമിക്കുന്നവരാണോ? ചില സമയത്ത് നമ്മൾ ലോകത്തിലല്ല, ലോകക്കാരല്ല. അപ്പോൾ ഈ ട്രെയിനിന്റെ രണ്ട് പാളികൾ എന്ന് ട്രെയിൻ പാളത്തിലൂടെ രണ്ട് പാളികൾ എന്ന് പറഞ്ഞ പോലെ ലോകം ഒരു സൈഡിൽ കൂടെ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓടുവാൻ ശ്രമിക്കുകയാണ്. ലോകം ഒരു സൈഡിൽ പോകുന്നു, അതേ സൈഡിൽ തന്നെ, എന്നാൽ അതിനോട് ചേർന്നല്ല. നമ്മൾ വ്യത്യസ്തരാണ്, നമ്മൾ ഡിഫറെൻ്റ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ ലോകത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓടുവാൻ, ഇപ്പുറത്തെ പാളിയിൽ കൂടെ ഓടുവാൻ നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ സമ്മിശ്രക്കാരായി തീരുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്, യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. അപ്പോൾ അതല്ല ഞാൻ ഇന്ന് പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചു, എന്നാലും അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സഭയോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോൾ ഈ സഭയ്ക്ക്, ഈ ലോകവുമായി സമ്മിശ്രമായിരിക്കുന്ന സഭയ്ക്കൊരു മാനസാന്തരം ആവശ്യമാണെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ആ മാനസാന്തരം എങ്ങനെയാണ് ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിന് കർത്താവ് പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അപ്പൊ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കപ്പെട്ട് കർത്താവിന്റെ ശിഷ്യരായി ജീവിക്കുന്ന നമ്മളോട് കർത്താവ് പറയുക, ഞാൻ നിങ്ങളുടെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് രാത്രി നമ്മൾക്ക് ചിന്തിക്കുവാനുള്ള ഒരു കാര്യം, അത്താഴം കഴിക്കുക. അവൻ നമ്മുടെ കൂടെ വസിക്കുമെന്നല്ല പറഞ്ഞത്, അവൻ നമ്മളോട് കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ നാം അവനോട് കൂടെയും അത്താഴം കഴിക്കും. അങ്ങനെ ഒരു അത്താഴം കഴിക്കണമെങ്കിൽ അത്താഴത്തിന് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ആഹാരം വേണം. ദൈവം നമ്മളോടും നമ്മൾ ദൈവത്തോടും കൂടെ ആഹാരം കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സപ്പർ, ഒരു ഡിന്നർ, ഒരു അത്താഴം കഴിക്കണമെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും ആഹാരം വേണം. അതെന്താണ്? നമുക്കറിയാം, ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം, അതിൻ്റെ 8-ാം അധ്യായം 2-3 വാക്യത്തിൽ അവിടെ പറയുന്നു, നമുക്ക് പരിചയമുള്ള വാക്യമാണെന്ന് ഞാൻ കരുതുന്നു. അവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ 40 വർഷം കൊണ്ട് നടന്നത് എന്തിനു വേണ്ടിയാ? നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അപ്പൊ കർത്താവ് പറയാണ്, നിന്നെ മരുഭൂമിയിൽ നടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിന്നെ വിശപ്പിച്ചിട്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന
വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് ഗ്രഹിപ്പിക്കേണ്ടതിനാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കൂടെ കടന്നു വരുന്ന സ്നാനത്തിനൊരു മുൻകുറിയായി ആണെങ്കിൽ അതിനുശേഷം ഈ ഇസ്രായേൽ മക്കൾ പോയത് മരുഭൂമിയുടെ അനുഭവത്തിലേക്കാണ്, ഒരു വിജനമായ അനുഭവത്തിലേക്കാണ്. അവരവിടെ ഉഴലുന്ന ഒരു അനുഭവത്തിലേക്കാണ് അവർ കടന്നുപോയത്. അപ്പോൾ നമുക്കെല്ലാവർക്കും, സ്നാനപ്പെട്ട ഓരോ ദൈവമക്കൾക്കും ഈ അഴലുന്ന അല്ലെങ്കിൽ ഉഴലുന്ന ഒരു അനുഭവം ഉണ്ട്. കാരണം ദൈവം നമ്മളെ മരുഭൂമിയിലേക്ക് നടത്തും. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നമ്മളെ ഗ്രഹിപ്പിക്കാനാണ്. യേശു കർത്താവും സ്നാനം കഴിഞ്ഞ ഉടനെ ഇത് തന്നെയാണ്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. അപ്പോൾ സ്നാനം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് യേശു കർത്താവും പോയി. അവിടെ യേശു കർത്താവ് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ ആഹാരം എന്ന് പറയുന്നത്, നമ്മുടെ പുറത്തെ മനുഷ്യന് നമുക്കറിയാം റൊട്ടിയും ചോറും ഒക്കെ നമ്മൾ കഴിക്കുന്നത് പോലെ, നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആഹാരം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു മനുഷ്യൻ സ്നാനപ്പെട്ട് കർത്താവുമായി ചേർന്ന് അങ്ങനെ ജീവിതം തുടങ്ങുന്ന, ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവിൽ ജനിച്ച ഒരു മനുഷ്യൻ, അവന്റെ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, റീമ വേർഡ്, the logos word will become the rhema word to us. അതാണ് നമ്മുടെ ആഹാരം. ഈ ലോഗോസ് വേർഡിന്, ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനത്തെ അതത് സമയത്ത് നമ്മളോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനമായി അത് നമ്മളിലേക്ക് വരുമ്പോൾ, അത് റീമ വേർഡായി നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ, അത് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആഹാരമാണ്. അപ്പോൾ ഈ വചനം കേൾക്കുവാൻ വേണ്ടി ദൈവത്തിൽ നിന്ന്, അല്ലെ നമ്മളുടെ ഓരോ വിഷയങ്ങളിലും നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മൾ എന്തോ പറയുന്നത്, എൻ്റെ ഇഷ്ടം വേണ്ട, ദൈവ ഇഷ്ടം മാത്രം മതി, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മരിച്ചിരിക്കുന്നു, ദൈവ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു, ഇനിയും ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മളിൽ ആക്ടിവേറ്റ് ആയിരിക്കുമ്പോൾ, നമ്മൾ ഓരോ കാര്യത്തിലും, നമ്മുടെ ഓരോ വിഷയങ്ങളിലും ഞാൻ ജീവിക്കുവാൻ അനുവദിക്കാതെ ദൈവം എന്നിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ റീമ വേർഡ് ആ ഓരോ വിഷയങ്ങളിലും നമ്മൾ ചോദിക്കുമ്പോൾ, അതിനുവേണ്ടി ദൈവത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ, നമ്മൾ ആ വചനത്താൽ, ആ റീമ വേർഡിനാൽ നമ്മൾ പരിപോഷിപ്പിക്കപ്പെടുകയും നമ്മുടെ അകത്തെ മനുഷ്യൻ വലുതായി വരികയും ചെയ്യും. എനിക്കിപ്പോൾ ഒരു 47 വയസ്സുണ്ട്. ഈ 47 വർഷം ഞാൻ എന്ത് കഴിച്ചു, എന്ത് കുടിച്ചു, അതാണ് ഞാൻ ആയിരിക്കുന്ന ഈ പുറത്തെ മനുഷ്യൻ. ഞാൻ കഴിച്ചതും കുടിച്ചതും എല്ലാം അതിൻ്റെ എന്തെല്ലാം ഉണ്ടോ അതാണ് എന്നിൽ ഇന്ന് പുറത്തെ മനുഷ്യൻ കാണുന്നത്. അതുപോലെ തന്നെ ആത്മാവിൽ ജനിച്ച ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം ഭക്ഷിക്കുമ്പോൾ, ആ ഭക്ഷണം അവന്റെ ആത്മ മനുഷ്യനിൽ അത് വന്ന് അതിന്റെ പോഷകങ്ങൾ നിറഞ്ഞ് ആത്മമനുഷ്യൻ വളർന്നു വരും, ആത്മമനുഷ്യൻ വലുതായി വരും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ആഹാരം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ് നമ്മുടെ ആഹാരം. അങ്ങനെയെങ്കിൽ ഇനിയും നമ്മൾക്ക് മാത്രം ആഹാരം കിട്ടിയാൽ പോരായല്ലോ, ദൈവത്തിനും ആഹാരം വേണ്ടേ? കാരണം അത്താഴം അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. അപ്പൊ രണ്ടുപേർക്കും ആഹാരം വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആഹാരം എന്താണ്? നമുക്ക് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം അതിന്റെ 28-ാം അധ്യായം 1-2 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എൻ്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതരായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. ഇവിടെ പറയാണ്, എൻ്റെ ഭോജനമായ വഴിപാട്, എൻ്റെ ആഹാരമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് നമ്പേഴ്സ് 28-ന്റെ 2-ാം വാക്യം പറയുന്നു. ഇനിയും നമ്മൾ ലേവ്യ പുസ്തകം നോക്കുകയാണെങ്കിൽ, ലേവ്യ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം അതിൻ്റെ 6ഉം 8ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അവർ തങ്ങളുടെ ദൈവത്തിന്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു, ആകയാൽ അവർ വിശുദ്ധരായിരിക്കണം.
പിന്നെ അതിൻ്റെ 8-ാം വാക്യം പറയുകയാണ്, അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം, അവൻ നിന്റെ ദൈവത്തിന് ഭോജനം അർപ്പിക്കുന്നവനാകിയാൽ നീ അവനെ ശുദ്ധീകരിക്കണം. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് ദൈവത്തിന് ആഹാരം കൊടുക്കുന്നവരാണ് പുരോഹിതന്മാർ, അവർ ദൈവത്തിന് ആഹാരം കൊടുക്കണം എന്നാണ്. അപ്പോൾ അവർ ദൈവത്തിന് തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്നവരായി ഇരിക്കണമെന്ന് ദൈവം അവരോട് കൽപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന നാം ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ അത്താഴം കഴിക്കണമെങ്കിൽ 2 പേർക്കും ആഹാരം വേണമെന്ന് പറഞ്ഞു. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു സഹോദരനോട് എന്തെങ്കിലും ഒരു കയ്പായ അനുഭവം എനിക്കുണ്ടായി, അല്ലെങ്കിൽ ഞാൻ നിമിത്തം ആ വ്യക്തി വേദനിക്കപ്പെടുവാനിടയായി. അപ്പോൾ ഞാൻ ദൈവസന്നിധാനത്തിൽ വരുമ്പോൾ ദൈവം എന്നോട് പറയുകയാണ്, നീ ആദ്യമേ നിന്റെ പ്രാർത്ഥനയെല്ലാം ഇവിടെ നിർത്തിയിട്ട് നീ പോയി ആ സഹോദരനോട് നിരന്നുകൊള്ള്, ആ സഹോദരനോട് നീ ക്ഷമിക്ക്, എന്നിട്ട് വന്ന് നിന്റെ യാഗം അർപ്പിച്ചാൽ മതി എന്ന് ദൈവം എന്നോട് പറയുമ്പോൾ, അത് ആ സമയത്ത് ദൈവത്തിൽ നിന്നുള്ള റീമ വേർഡാണ് എന്നിലേക്ക് വന്നിരിക്കുന്നത്. ദൈവം എനിക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി ഒരു ആഹാരം തന്നിരിക്കുകയാണ്. ഞാൻ ഈ ശബ്ദം കേട്ട്, കർത്താവിൻ്റെ ആ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഹൃദയത്തെ കഠിനമാക്കാതെ, ഇന്ന് എന്നൊരു ശബ്ദം, ഇന്നത്തെ ശബ്ദമാണ് ഇന്നത്തെ സ്വസ്ഥത. എബ്രായ ലേഖനം 3-4 അധ്യായത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തെ കഠിനമാക്കാതെ ആ റീമ വേർഡ് ദൈവം എന്നോട് സംസാരിച്ച ആ വചനത്തിന് വേണ്ടി, ആ വചനത്തെ കേട്ടുകൊണ്ട് എൻ്റെ ഹൃദയം അത് ചെയ്യുവാൻ വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ, ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ വാതിൽ തുറക്കുകയാണ്. അപ്പം ഞാൻ ചെന്ന് ആ വ്യക്തിയോട് ക്ഷമ ചോദിച്ച് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ഞാൻ എന്ന ഭാവം ഉരുകി മാറുകയാണ്. ഇപ്പൊ ലേവ്യ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഭോജനയാഗം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫുഡ് ഓഫറിങ്, അവിടെ 9 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ, അവൻ സമാധാന യാഗത്തിൽ നിന്ന് അതിനെ മേധസ്സും തടിച്ച വാൽ മുഴുവനും ഇത് തണ്ടലിങ്കിൽ നിന്ന് പറിച്ചു കളയണം, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും, മൂത്രപിണ്ഡം 2 അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും. എന്നിട്ട് പറയുകയാണ്, പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം, അത് യഹോവയ്ക്ക് ദഹനയാഗ ഭോജനം. അതാണ് ദൈവത്തിന് ഭോജനം, അതാണ് ദൈവത്തിന് ആഹാരം. അപ്പോൾ ഈ അർപ്പിക്കപ്പെട്ട യാഗവസ്തുവിൻ്റെ ഫാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ മേധസ് ദൈവത്തിന് സമർപ്പിച്ച് അത് ഉരുകുമ്പോൾ അത് ദൈവത്തിന് ആഹാരമാണ്. ആസ് എ ഫുഡ് ഫോർ ഗാഡ്, അത് ദൈവത്തിന് ആഹാരമാണെന്ന് ലേവ്യ പുസ്തകം പറയുമ്പോൾ, പുതിയ നിയമ വിശ്വാസികളായ നാം ജീവനുള്ള യാഗമായി സമർപ്പിക്കാൻ കർത്താവ് പൗലോസ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു റോമാലേഖനം 12-ാം അധ്യായത്തിൽ. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റീമ വേർഡ് എന്നിലേക്ക് വന്നതനുസരിച്ച് ഞാൻ അതിനെ അനുസരിക്കുമ്പോൾ എന്നിലെ ഞാൻ ഉരുകി മാറുന്നു. എന്നിലെ മേധസ്, ഞാൻ എൻ്റേത് എനിക്കെന്ന് പറഞ്ഞ് ഞാൻ പ്രശംസിച്ചു നിൽക്കുന്ന, ഞാൻ കൊണ്ട് നടക്കുന്ന എന്നിലെ ഞാൻ എൻ്റെ മേധസ്സാണ്, എൻ്റെ ഫാറ്റാണ്. അപ്പോൾ ഞാൻ അതിനെ അനുസരിച്ച് ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുമ്പോൾ എന്നിലെ ഞാൻ ഉരുകാതെ എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. എന്നിലെ ഞാൻ എന്ന വ്യക്തി തകർക്കപ്പെടാതെ എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ ആ വചനത്തെ അനുസരിച്ച് ചെയ്യുമ്പോൾ എന്നിലെ മേധസ്, ഇപ്പോൾ ഈ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഈ മേധസ് ഉരുകി മാറുന്നു. അത് ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗവും അത് ദൈവത്തിന് ആഹാരവുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം എനിക്ക് ആഹാരവും, അതിനെ അനുസരിക്കുന്നതിലൂടെ എൻ്റെ മേധസ് ഉരുകി മാറുന്നത്, ആ മേധസ് ദൈവത്തിന് ആഹാരവുമാണ്. ഇങ്ങനെ ദൈവവും ഞാനും കൂടെ അത്താഴം കഴിക്കുന്നതിലൂടെയാണ്
നമ്മുടെ ആത്മീക പോഷണവും ആത്മീക വളർച്ചയും ഇരിക്കുന്നത്. ദൈവം ഇന്ന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തിട്ട് ദൈവത്തിൻ്റെതായ വചനം, ജീവനുള്ള വചനം ഭക്ഷിച്ച് നമ്മൾ ഒത്തിരി പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. നമ്മൾ ഒത്തിരി വചനം കേട്ട് നമുക്ക് ഒരുപാട് നോളജ് ഉണ്ട്, നമുക്ക് ഒരുപാട് അറിവുണ്ട്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ അറിവിലേക്ക് നിൽക്കുവാനല്ല, അതത് സമയത്ത് നമുക്കാവശ്യമായ ദൈവത്തിൻ്റെ വചനം. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പുരോഹിതൻ എല്ലാ ദിവസവും രാവിലെ ഫയർവുഡ് കളക്ട് ചെയ്യണം. ആ തീ ഒരിക്കലും കെടുവാൻ പാടില്ല. ആ യാഗപീഠത്തിൽ എപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി രാവിലെ വിറക് കൊണ്ടുവന്ന് അത് യാഗപീഠം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. നമ്മളോടും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുകയും ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്ത് ദൈവത്തെ നമ്മളിലേക്ക് പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ച ഒരു മാന്യ പാത്രങ്ങളാണ് നമ്മൾ. നമ്മൾ ചായയുടെ കപ്പ് ചായയെ നിറയ്ക്കുവാൻ വേണ്ടി, ചായ കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടിയാണ് ചായയുടെ കപ്പ്. അതിനകത്ത് ചാരായം ഒഴിച്ചാൽ അത് വേറെ പർപ്പസായി മാറും. അല്ലെങ്കിൽ ആ കപ്പിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ആ കപ്പ് ആയിട്ട് നമുക്കാകത്തില്ല. എന്ന് പറഞ്ഞാൽ ചായക്കപ്പ് എന്ന് പിന്നെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ, ഇതിനകത്ത് ദൈവത്തെ കൊണ്ട് നിറയ്ക്കുവാനായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ ആദിമ മനുഷ്യൻ എന്താണ് ചെയ്തത്? അവൻ ജീവന്റെ വൃക്ഷഫലത്തിൽ നിന്ന് ജീവന്റെ വൃക്ഷഫലത്തിൽ നിന്ന് ഭക്ഷിച്ച് ദൈവത്താൽ നിറയപ്പെടേണ്ടതിന് പകരം നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷഫലത്തിൽ നിന്ന് നന്മയുടെയും തിന്മയുടെയും പുറകെ പോകുവാൻ തുടങ്ങി. ഇന്നും നമ്മൾ പലപ്പോഴും നന്മയുടെയും തിന്മയുടെയും പുറകെയാണ് നമ്മൾ പോകുന്നത്. ഇത് റൈറ്റ് ആണോ, ഇത് റോങ് ആണോ, ഇത് നല്ലതാണോ, ഇത് ചീത്തയാണോ, ഇത് നല്ലത് ചെയ്യണം, ചീത്തത് ചെയ്യരുത്. നമ്മൾ ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പലപ്പോഴും നീങ്ങുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ദൈവം നമ്മൾ നല്ലതും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല, ചീത്തയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ഗുഡും ചെയ്യണ്ട, ബാഡും ചെയ്യണ്ട. ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് ഗുഡോ ബാഡോ, ചില സമയത്ത് നമ്മുടെ ദൃഷ്ടിയിൽ അത് ബാഡായിരിക്കാം, നമ്മുടെ ദൃഷ്ടിയിൽ അത് ഗുഡ് ആയിരിക്കാം. ചില കാര്യങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ ഗുഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് ബാഡായിരിക്കാം. നമ്മുടെ ദൃഷ്ടിയിൽ ബാഡെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഗുഡ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നാം ഓരോ നിമിഷവും പോകേണ്ടത് ഗുഡിന്റെയും ബാഡിന്റെയും പുറകെയല്ല, നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവല്ല നമുക്ക് വേണ്ടത്. ആ വൃക്ഷഫലത്തിൽ നിന്നല്ല നാം കഴിക്കേണ്ടത് ജീവന്റെ വൃക്ഷഫലത്തിൽ നിന്ന് കഴിച്ച് ജീവനുള്ളവരായി മാറേണ്ടതിന് യേശുക്രിസ്തുവിനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. യേശുക്രിസ്തുവിനെ കഴിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പൊ യേശുവിനെ കഴിക്കുന്നവൻ യേശു മൂലം ജീവിക്കുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അപ്പൊ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കേണ്ടത്, ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് സ്വർഗാരോഹണം ചെയ്ത് സ്വർലോകത്തിൽ ഇരിക്കുന്നു, സകലത്തിൻ്റെയും അധിപനായി. എന്ന് പറഞ്ഞാൽ ഭൂലോകത്തിനും സ്വർലോകത്തിനും ഭൂലോകത്തിനും അധോലോകത്തിനും നാഥനായി കർത്താവ് ഏറ്റവും ഉയരത്തിൽ ഉയർത്തപ്പെട്ടവനായിരിക്കുന്നു. അവൻ്റെ താഴെയാണ് സകല കാര്യങ്ങളും. ആ കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് ഓരോ നിമിഷവും നമ്മൾ കടന്നു വന്നിട്ട്, കർത്താവെ അങ്ങയുടെ കർത്തൃത്വത്തിലേക്ക് എന്നെ നയിക്കണമേ, ഈ വിഷയത്തിൽ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അങ്ങ് എന്താണ് ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ ഈ വിഷയത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് നാം ദൈവ ഇഷ്ടത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഓരോ സമയവും നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് റീമ വേർഡ്, ജീവനുള്ള വചനം, അവൻ്റെ വായിൽ നിന്ന്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് ജീവനുള്ള വചനം നമ്മിലേക്ക് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ ജീവനുള്ള വചനം നമ്മിലേക്ക് പകർത്തപ്പെടുമ്പോൾ, ആ വചനത്താൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ ആ അനുസരണത്തിലേക്ക് നമ്മൾ
ആ വചനത്തിൻ്റെ അനുസരണത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ആ വചനം നമ്മളുടെ ഞാൻ എന്ന് പറയുന്ന കാര്യത്തെ ഇല്ലാതാക്കും. എന്നിലെ മേധസ്സിനെ അത് ദഹിപ്പിക്കും, എന്നെ മുറ്റുമായി ഇല്ലാതെയാക്കും. കർത്താവ് ശിഷ്യന്മാരിലെല്ലാം ചെയ്തത് അവനെ ഇല്ലാതാക്കുന്ന പ്രോസസ്സാണ്. പത്രോസിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ അവന്റെ അറിയാവുന്ന ഒരു തൊഴിൽ കൂടെ ഒന്നും, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് അവൻ വരുമ്പോൾ തച്ചനായ യേശു കർത്താവ് പറയുകയാണ്, നീ പടകിന്റെ വലതുഭാഗത്തേക്ക് വലയിറക്കുക. അപ്പോൾ അവിടെ പത്രോസിന്റെ ഐഡന്റിറ്റി വളരെയധികം ഉടയപ്പെടുകയാണ്. പത്രോസിന്റെ കഴിവുകൾ, പത്രോസിന്റെ പ്രശംസകൾ ഉടയപ്പെടുകയാണ്. പത്രോസിന് ഒരു തരത്തിൽ വേണമെങ്കിൽ പറയാം, ഞാൻ നിന്നേക്കാളും അറിവുള്ളവനാണ്, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, പക്ഷെ എനിക്കറിയാം എവിടെ മീൻ കിട്ടുമെന്ന് എന്നൊക്കെ പറഞ്ഞു നിൽക്കാം. പക്ഷെ അതിനെ മുഴുവനും തകർത്തിട്ട്, അതിനെ ഇല്ലായ്മ ചെയ്തിട്ട്, കർത്താവിൻ്റെ വാക്കിന്, നീ പറഞ്ഞ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് അവൻ വലയിറക്കിയപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടി. ഇനി ആ പെരുത്ത മീൻകൂട്ടം കിട്ടി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ചോദിക്കുകയാണ്, ഇപ്പോൾ പിടിച്ചത് വല്ലതുമുണ്ടോ കഴിക്കുവാൻ എന്ന് യേശു ചോദിക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് അവർക്ക് വേണ്ടി വേറൊരു ആഹാരം, അല്ലെങ്കിൽ ഇവർ പിടിച്ചുകൊണ്ടുവന്ന മീനല്ല, അല്ലാതെ ഒരു ആഹാരം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പത്രോസിന് വേണ്ടി. പക്ഷെ അവിടെ യേശു കർത്താവ് ചോദിക്കുക, എനിക്ക് കഴിക്കാൻ ഇപ്പോൾ പിടിച്ചത് വല്ലതുമുണ്ടോ? അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന, നമ്മളിൽ ഉളവാകുന്ന കാര്യങ്ങൾ ദൈവത്തിന് ആഹാരമാണ്. അപ്പോൾ പത്രോസിന്റെ അറിവിലൂടെയും കഴിവിലൂടെയും ലഭിച്ചത്, അല്ലെങ്കിൽ ലഭിക്കുന്നത് ദൈവത്തിന്റെ ആഹാരമല്ല. ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികളായ ശേഷം, കർത്താവിനെ പിൻപറ്റിയ ശേഷം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ എന്നോട് പറയാനിടയായി, ഞാൻ ഒരു പ്രത്യേക പാർട്ടിയുടെ പൊളിറ്റിക്കൽ മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന ഒരാളായിരുന്നു. അവിടെ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഇപ്പോൾ ഞാൻ ക്രിസ്ത്യൻ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ആ കഴിവ് രണ്ടും ദേഹിയിലാണ് ഉള്ളത്, അവന്റെ പ്രാണനിൽ നിന്നുള്ള കഴിവുകളാണ് ഇത് രണ്ടും. ഇതിന് വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ പറയാണ്, പണ്ട് എനിക്ക് ഇങ്ങനെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, ഇപ്പോഴും ആ കഴിവ് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷെ കർത്താവിന് നമ്മുടെ ദേഹിയിൽ നിന്നുള്ള ഒരു കാര്യവും ആവശ്യമില്ല. നമ്മുടെ ദേഹിയിൽ നിന്നുളവാകുന്ന ഒരു കാര്യവും ദൈവത്തിന് ആഹാരമല്ല, ദൈവത്തിന് അത് വേണ്ട. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെട്ടിട്ട് ദൈവത്തിന്റെ ആ റീമ വേർഡ് നമ്മൾ റിസീവ് ചെയ്തിട്ട്, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് ഇറക്കി, അതിൽ നിന്ന് പിടിച്ച മീനെ കുറിച്ച് പറയുകയാണ്, ഇപ്പോൾ പിടിച്ചതിനെ നീ കൊണ്ടുപോവാ എന്ന് പറയുകയാണ്. ഇത് കാരണം അതിന്റെ സ്രോതസ്, അതിന്റെ സോഴ്സ് ഈസ് ഗോഡ്. അതിന്റെ സോഴ്സ് ദൈവമാണ്. അത് ഒരിക്കലും പത്രോസ് അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയുവാനുള്ള ഒരു കാര്യം, നമുക്കും ദൈവത്തിനും കൂടെ ഒരുമിച്ച് അത്താഴം കഴിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഓരോ വിഷയത്തിലും ദൈവത്തിൻ്റെ ആ റീമ വേർഡ് നമ്മൾ റിസീവ് ചെയ്തിട്ട് അതനുസരിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ നമ്മുടെ ഹൃദയത്തെ തുറന്നുകൊടുത്ത് നമുക്ക് ദൈവത്തിന് ആഹാരം, തക്ക സമയത്ത് ദൈവത്തിന് ആഹാരം കൊടുക്കുന്നവരായി മാറാം. അത് സൗരഭ്യവാസനയായി തീരുന്ന ദൈവത്തിൻ്റെ ആഹാരമാണ്. അത് ഈ സൗരഭ്യവാസന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തെ അനുസരിക്കുമ്പോൾ, അത് ദൈവത്തിന് ആഹാരമായി മാറുമ്പോൾ ഇതൊരു സാക്ഷ്യമായി മാറും. നമ്മുടെ ഇടയിൽ അതൊരു സാക്ഷ്യമായി മാറും. അത് തീർച്ചയായും ഒരു സൗരഭ്യവാസനയായി അനേകർക്ക് ജീവൻ നൽകുന്ന ഒരു സാക്ഷ്യമായിരിക്കും. നാം ദൈവത്തെ അനുസരിച്ച് ആ അനുസരണത്തിലൂടെ നമ്മിൽ ദൈവം ചെയ്ത ക്രിയകൾ, ദൈവം ചെയ്ത പ്രവർത്തികൾ വെളിപ്പെട്ടു വരുമ്പോൾ
അത് തീർച്ചയായും ഒരു സാക്ഷ്യമായിരിക്കും. അത് അനേകർക്ക് സൗരഭ്യവാസനയായിരിക്കും. അനേകർക്കെന്ന് മാത്രമല്ല, അത് ദൈവത്തിന് സൗരഭ്യവാസനയായ ആഹാരമായിരിക്കും. നമ്മൾ ബിരിയാണിയൊക്കെ തുറക്കുമ്പോൾ ആ സ്മെല്ല് റിസീവ് ചെയ്യുന്നത് പോലെ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ അനുസരിച്ച് അവൻ്റെ ആ മേധസ്സെല്ലാം ഉരുകി മാറുമ്പോൾ, അവനിലെ ഞാൻ ഉരുകി മാറുമ്പോൾ, ദൈവം ആ സ്മെല്ല് വളരെ അധികം ആസ്വദിച്ച് ആ ആഹാരം കഴിക്കുവാനിടയാകും. അങ്ങനെ ദൈവവും നമ്മളും കൂടെ അത്താഴം കഴിക്കുന്ന ഒരു അനുഭവം ദൈവം നമുക്ക് നൽകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. ആ അഗ്നിയിൽ കർത്താവ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.